ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. രാജ്യത്ത് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 2025-26 വരെ ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. PM ഫസൽ ബീമാ യോജനയ്ക്ക് കീഴിൽ വിള ഇൻഷുറൻസിനുള്ള നീക്കിയിരിപ്പ് 69,515 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഡൈ അമോണിയം ഫോസ്ഫേറ്റിന് നൽകി വന്ന ഒറ്റത്തവണ പ്രത്യേക പാക്കേജിന്റെ കാലാവധി ദീർഘിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കർഷകക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 ആദ്യ ക്യാബിനറ്റ് കർഷകരെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. രാജ്യത്തെ അന്നദാതാക്കളായ കർഷകർ നമ്മുടെ അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നാളെ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഈ മാസം 17 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. നെടുമ്പാല, എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ നിർമ്മിക്കുന്ന 2 മാതൃകാ ടൌൺഷിപ്പുകളുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിനാണ്. പുനരധിവാസത്തിന് അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക ഈ മാസം 25-നകം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പുനരധിവാസത്തിന് ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് വ്യക്തികൾക്ക് തന്നെ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ S. രാജേഷാണ് മരിച്ചത്. 15 കുട്ടികൾക്ക് പരിക്കേറ്റു. മഹാരാഷ്ട്രയിൽ 11 നക്സലുകൾ കീഴടങ്ങി. നക്സലൈറ്റ് നേതാവ് താരക ഉൾപ്പെട്ട സംഘമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിൽ ഗഡ്ചിരോലി പോലീസിനു മുന്നിൽ കീഴടങ്ങിയത്. സാധാരണ ജീവിതം നയിക്കുന്നതിന് ഇവർക്ക് 86 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ സഹായധനം നൽകും. ജനുവരിയിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കുറഞ്ഞ താപനിലയും പരമാവധി താപനിലയും സാധാരണയേക്കാൾ കൂടുതൽ ആയിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ശൈത്യതരംഗം ശക്തമാകുമെന്നും IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപാത്ര അറിയിച്ചു. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് 2024-ലാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെടാത്ത 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ നൽകാം. ശബരിമല പുതുവർഷം തുടങ്ങിയ ഉത്സവ ആഘോഷകാലങ്ങളിൽ രാത്രി സമയങ്ങളിൽ അമിതവില ഈടാക്കുന്നത് തടയാൻ നടപടിയുമായി ലീഗൽ മെട്രോളജി വകുപ്പ്. എല്ലാ ജില്ലകളിലും കച്ചവട കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേക സ്ക്വാഡുകൾ രാത്രികാല പരിശോധന നടത്തും. പ്രവർത്തന മികവിനുള്ള QCFI ദേശീയ എക്സലൻസ് പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും സ്വന്തമാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. സുരക്ഷിതമായ വ്യോമഗതാഗതം ഉറപ്പുവരുത്തുന്നതിനൊപ്പം സുസ്ഥിര വികസന പദ്ധതികളും പരിഗണിച്ചാണ് പുരസ്കാരം. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക മൈക്രോ സൈറ്റ് രൂപീകരിക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യുവജന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഉള്ളടക്കം ചെയ്ത വിവിധ ഭാഷകളിലുള്ള മൈക്രോ സൈറ്റാണ് സജ്ജമാക്കുക. ഭിന്നശേഷിക്കാരുടെ സമഗ്ര ജീവിത പുരോഗതി ലക്ഷ്യമിട്ടുള്ള ഇടം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഇടം പോയിന്റുകൾ എന്ന പേരിൽ നൊങ്ക് കടകൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും പനയുൽപ്പന്ന വികസന കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കയർ മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയതായി മന്ത്രി P. രാജീവ്. കയർ മേഖലയിലെ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളുടെ ഘടനാപരമായ പുനഃസംഘടന, കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം തുടങ്ങി 11 പരിഗണനാ വിഷയങ്ങളാണ് സമിതിക്ക് നൽകിയിരുന്നത്. കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. സിഗ്നേച്ചർ സോങ് ചടങ്ങിൽ പുറത്തിറക്കി. രജനി രാമദാസൻ പോറ്റി രചിച്ച ഗാനത്തിന് ഗായത്രി നായരാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.